ഹായ് ഹലോ. ഇന്ന് ഞാൻ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ എങ്ങനെയൊക്കെയാണെന്ന്, ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്ന് കാണാം. ആദ്യം 1 കിലോ ചിക്കൻ നന്നായി കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ച് അതിനാദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിന് ആദ്യം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട്, പിന്നെ ചതച്ച ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇവ മൂന്നും പേസ്റ്റ് ഒന്ന് ചതച്ചത്, 1/2 കപ്പ് തൈര്, ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ, കഴിയുന്നതും കൂടുതൽ മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. ഇനി നമുക്ക് അരി 1 കിലോ റൈസ് നന്നായി കഴുകി, ബിരിയാണി റൈസ് കഴുകി നമുക്ക് കുതിർത്തി വെക്കാം. ഇനി ചോറ് വേവാനുള്ള വെള്ളം ചെമ്പിൽ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കണം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി എന്നിവയൊക്കെ കുറേശ്ശെ ഇട്ട്, കല്ലുപ്പും ആവശ്യത്തിന് 1 കിലോ അരിക്ക് ആവശ്യമുള്ള ഉപ്പ്, കല്ലുപ്പ് ആണ് ഞാനിവിടെ ഇടുന്നത്, അതും കൂടി ഇട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. 1 ടീസ്പൂണോളം നാരങ്ങ നീരും, കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അരി കഴുകി ഊറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് 1/4 ഭാഗം വേവിന് നമുക്കിത് ചോറ് മാറ്റി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സവാള എണ്ണയും ഓയിലും നെയ്യും കൂടി ചേർത്താണ് ഞാൻ ഈ സവാള വറുത്തെടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഈ സവാള പൊരിച്ചെടുത്ത അതേ ഓയിലും നെയ്യുമാണ് കുക്കറിൽ ഒഴിച്ചത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി എല്ലാം ഇട്ട് 3 സവാള അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 3 സവാള ചെറുതാക്കി അരിഞ്ഞത്. ഞാൻ കുറച്ച് ഇതിലേക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടി കൊച്ചുള്ളിയും കൂടി ഇതിൽ ചേർത്തുന്നുണ്ട്. 10-12 കൊച്ചുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞ് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇവ മൂന്നും ചതച്ച് വെച്ചത് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടി ഇട്ട് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി 1/4 കപ്പോളം തൈര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പൊരിച്ച് വെച്ച സവാളയിൽ നിന്നും പകുതി ഭാഗം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ മസാലയിലേക്ക് ഈ സവാളയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിന ഇലയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചത് പകുതി ഇതിലിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ഒരു
ബിരിയാണി പാത്രത്തിലേക്ക് ഈ വെന്ത ചിക്കനൊക്കെ ഇട്ട് വെന്ത ചോറും അതിന് മീതെ ഇട്ട് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് അതിന് മീതെ ഇട്ട് കൊടുത്തു. വറുത്ത് വെച്ച സവാള, മല്ലിയിലയും പുതിനയിലയും, പിന്നെ കുറച്ച് അതിന് മുകളിൽ കുറച്ചും കൂടി ചോറ്, അങ്ങനെ 2-3 ഭാഗമാക്കി ചോറിട്ട് കൊടുക്കുക. ബിരിയാണി പൊടിയും കുറച്ച് മേലെ തൂവി കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച സവാള ഒന്നുകൂടി മുകളിലേക്ക് അലങ്കരിച്ച് കുറച്ച് നല്ല സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് നെയ്യാണിത്, അതും കൂടി മുകളിലേക്ക് തൂവിക്കൊടുത്ത് നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം. മൂടി വെച്ച് നമുക്കിതൊരു 20 മിനിറ്റോളം മൂടി വെച്ച് ചെറിയ തീയിൽ ഇട്ട് മൂടി വെച്ച് ഇനി നമുക്കിത് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി ഇതാ ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. സ്വാദിഷ്ടമായ ബിരിയാണി ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്കിവിടെ തേങ്ങാ ചമ്മന്തി മസ്റ്റാണ് കേട്ടോ. പിന്നെ റൈത്ത, തൈരും കൂടി കൂട്ടി നമുക്ക് ഈ സ്വാദിഷ്ടമായ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം.